മഹാഗുരുശരണം. ഇന്ന് 2025 മാർച്ച് 1 നമ്മുടെ സാമ്പത്തിക വർഷത്തെ ചെലവുകൾ നടത്താനുള്ള സമ്പത്ത് ഇഷ്ടം പോലെ കയ്യിൽ വന്നിട്ട് ചെലവുകൾ നടത്താനുള്ള ആ മാസത്തിൻ്റെ ഫസ്റ്റ് ദിവസമാണ്. ഇന്ന് ശനീശ്വരൻ്റെ ദിവസമാണ്. അപ്പോൾ ഇന്ന് എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ മഹാത്മാക്കൾക്കും എല്ലാ ദൈവാംശങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്നൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 2 ആഴ്ച എന്ന് പറഞ്ഞാൽ അബാക് മീഡിയയിൽ വന്നതിന് ശേഷം അതിന് അബാക് മീഡിയയോടും അതിൽ എൻ്റെ ഇൻ്റർവ്യൂ എടുത്തതും പ്രത്യേകിച്ച് അബാക് മീഡിയയുടെ നെടുംതുടായ ശ്രീ രോഹിത് സാറിനോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. വളരെയധികം പേർക്ക് ഒരു നിയോഗം എന്ന പോലെ ഒരു വഴികാട്ടിയാകാൻ എനിക്ക് കഴിഞ്ഞു. അവരുടെ കുടുംബത്തിലെ ഒരു അംഗം എന്ന പോലെ ആകാൻ കഴിഞ്ഞു. ഞാനൊരു ഗുരുവൊന്നുമല്ല, ദയവ് ചെയ്ത് അതാരും വിചാരിക്കരുത്. ഇപ്പോൾ മഞ്ഞ ഇത് കൊടുത്ത് ഇതുകൊണ്ടാരും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും ശനീശ്വര ആ ഉപ്പ് കഴിക്കാണ്ടുള്ള വ്രതത്തിലാണ്. കാര്യം ഞാൻ പലരോടും പറയുമ്പോഴത്തേക്കും ഞാനും അത് പാലിക്കേണ്ടതായ ധാർമ്മികമായ ചുമതല ബാധ്യത എനിക്കുണ്ട്. അപ്പോൾ ഇന്ന് ഞാനും ഉപ്പ് കഴിക്കാണ്ട് ഞാനും ഇന്നും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. എന്നെ കണ്ട് ഞാനുമായിട്ട് സംസാരിച്ച ആൾക്കാരുടെ എല്ലാം മുഖം മനസ്സിലുണ്ട്. വീഡിയോ കോൾ ചെയ്തത് അത് പറയുന്നു. പിന്നെ എനിക്ക് ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ നമ്പർ ചോദിച്ചിട്ട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ശനീശ്വര ദിവസം ഞാൻ എൻ്റെ നമ്പർ പറയാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക. ദയവ് ചെയ്ത് വിളിക്കാണ്ടിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫോണുണ്ട്, മോൻ വാങ്ങിച്ചു തന്നതാണ്. കുറച്ച് നാളെ ആയിട്ടുള്ളൂ വാങ്ങിച്ചു തന്നിട്ട്. 2 സിം അതിലിട്ടിട്ടുണ്ട്. ഒന്ന് BSNL സിമ്മും ഒന്ന് ജിയോ സിമ്മും. അപ്പോൾ BSNL സിമ്മ് കോൾ ചെയ്യുമ്പോൾ റേഞ്ച് ശരിയാകുന്നില്ല. അപ്പോൾ ഞാൻ വിളിക്കുന്നത് ജിയോയിലാണ്. അപ്പോൾ ഇന്നലെ 15 പേരെ ഞാൻ വിളിച്ചു കഴിഞ്ഞു. വീഡിയോ കോളും ഇതുമായിട്ട് 15 പേരെ ഇന്നലെ വിളിച്ചു കഴിഞ്ഞു. സാധാരണ ഉച്ചയ്ക്കൊന്ന് മയങ്ങുന്നതാണ്, അതുപോലും ഒഴിവാക്കിക്കൊണ്ട് ഞാൻ വിളിക്കുകയാണ്. പക്ഷേ ഈ ചാർജ് പെട്ടെന്ന് തീരുന്ന കൊണ്ട് ഇപ്പോൾ ഇടയ്ക്ക് ചാർജ് ചെയ്യാൻ ഇടയായിട്ട് വരുന്നു, അരമണിക്കൂറൊക്കെ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പെൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒരു ചെറിയ ഫോൺ കൂടി ഇതുപോലെ യൂട്യൂബും വാട്സാപ്പും സൗകര്യമുള്ള ഒരു ഫോൺ കൂടി ഞാൻ വാങ്ങിക്കാനായിട്ട് ഇന്ന് ഇത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സൗകര്യത്തിനൊരു ട്രൈപോഡ് ഇപ്പോൾ ഇരിക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ ഇത് ഫീലാകുന്നില്ല. അപ്പോൾ അതും ചെയ്ത് കഴിയുമ്പോൾ 2 ഫോൺ ഇതാവുമ്പോൾ, കാര്യം 5G ഉണ്ടെങ്കിൽ റേഞ്ച് കിട്ടുകയുള്ളൂ. ഇവിടെ 4G വെച്ചിട്ട് വേറൊരു പഴയ ഫോണുണ്ട്, അതിൽ റേഞ്ച് കിട്ടുന്നില്ല, ഡൗൺലോഡ് ആകുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരോടും സംസാരിക്കാനായിട്ട് ഇന്ന് തൊട്ട് ഇതാകും തോന്നുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അതിൽ ഒരു രമാദേവി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി കമൻ്റ് ഇടാറുണ്ട്. ആ ചേച്ചിയാണോ അനിയത്തിയാണോ എനിക്കറിയില്ല. അപ്പോൾ ആ ചേച്ചി മനസ്സിൽ വിചാരിച്ചിരുന്നു എന്ന്, ഇദ്ദേഹത്തിന് സാറിനൊരു യൂട്യൂബ് തുടങ്ങിക്കൂടെ എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു എന്ന്. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടെന്ന്. അത് ഒരു ഇൻഡ്യൂഷനായിരുന്നു ഈ യൂട്യൂബിൽ ഇടാമെന്നുള്ളത്. കാര്യം പലരും പല കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ജനറലി കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ പ്രയോജനമാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാവരും ആദ്യം ഈ പഴയ വീഡിയോകൾ നോക്കുക. പലതും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്ന എൻ്റെ അനുഭവത്തിലുള്ള എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണേമ്പ്രാന്തിരി തിരുമേനി നിർദ്ദേശിച്ചു തന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വേറൊന്ന് പറയാം, ദയവ് ചെയ്ത് ആസ്ട്രോളജി കൺസൾട്ടേഷന് ആരും എന്നോട് ഇത് ചോദിക്കരുത്. ഞാനൊരു ആസ്ട്രോളജർ അല്ല. ദയവ് ചെയ്ത് ഞാൻ പറയാം, എനിക്ക് എന്താണ് തിരുമേനി പറഞ്ഞു തന്ന ആസ്ട്രോളജിയുടെ കുറേ ബാലപാഠങ്ങൾ അറിയാമെന്നുള്ളതല്ലാണ്ട് ഞാനൊരു ആസ്ട്രോളജർ അല്ല. ഞാൻ തന്നെ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് എനിക്ക് മിത്രാഞ്ജൻ സാറുമായിട്ട് എൻ്റെ മോൻ്റെ കാര്യത്തിന് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് വെച്ചിരിക്കുക ഉച്ചയ്ക്ക് 2 മണിക്ക്. അപ്പോൾ ഞാൻ തന്നെ ആ കാര്യത്തിന് ആസ്ട്രോളജി ഇത് ചെയ്യുന്നതാണ്. ബാക്കിയുള്ളവരെയാണ് ഞാൻ ആശ്രയിക്കണം. ഇപ്പോൾ ആശ്രയിച്ചത് മിത്രാത്മജൻ സാറാണ്. അദ്ദേഹം വളരെ നല്ലൊരു പ്രഡിക്ഷനാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷൻ, ലൈവ് പ്രഡിക്ഷൻ ഒരു സൂപ്പർ പ്രഡിക്ഷനാണ്. അതുകൊണ്ട് ഞാനൊരു ആസ്ട്രോളജർ അല്ല. പിന്നെ ആരോടും ഞാൻ പ്രശ്നങ്ങൾ പറയാറില്ല. അവർ ഇൻഡ്യൂഷൻ കിട്ടുന്ന, എനിക്ക് ഇൻഡ്യൂഷൻ കിട്ടാൻ എനിക്ക് നിയോഗം ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഒരു വ്യക്തി, അപ്പോൾ ആ വ്യക്തിയോട് സംസാരിക്കണമെന്ന് കണ്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ചെയ്തു. പ്രായമുണ്ട്, അദ്ദേഹത്തിന് പ്രായമുണ്ട്. ഇത് ചെയ്ത് ഞാൻ പറഞ്ഞു, ഒരു കൃഷ്ണൻ്റെ ഒരു ചൈതന്യം കാണുന്നു എന്ന് പറയോ, ഞങ്ങളുടെ കുടുംബത്തിൽ കൃഷ്ണനൊന്നുമില്ല, ദേവിയും ശിവനും ഒക്കെയാണ്. ഞാൻ പറഞ്ഞാൽ ദേവിയും ശിവനും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല, അത് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ജോലി സംബന്ധമായിട്ട് പ്രായമായി എങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് ഒരു ടൗണിലാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ സ്ഥലം വേറെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരിക്കും താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു കൃഷ്ണൻ്റെ ചൈതന്യം കാണുന്നല്ലോ എന്ന് പറഞ്ഞു. അല്ല അങ്ങനെ ഇല്ലയെന്ന് ഞാൻ ചോദിച്ചു, എവിടെയാണ് താമസിക്കണേന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം സ്ഥലം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉള്ള സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലം, ചെറിയ അമ്പലമാണ് കേട്ടോ, അവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുള്ള അറിയാം. അതും
രാവിലെ ത്രികാല പൂജയുള്ള അമ്പലമാണ്. അപ്പോൾ ഞാൻ പോയി തൊഴുതിട്ടുണ്ട്. ആ കൃഷ്ണൻ്റെ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഏത് അമ്പലമാണെന്നൊന്നും പറയുന്നില്ല, ത്രികാല പൂജയുള്ള അമ്പലമാണ്. അവിടെ പോയി ഞാൻ പറഞ്ഞു ആ കൃഷ്ണൻ, അല്ല ഞാൻ പോയിട്ടില്ല, ഞാൻ പറഞ്ഞൊന്ന് കാര്യം കൃഷ്ണൻ എന്തുകൊണ്ടാണ് ഈ പൂന്താനം തിരുമേനി അല്ലെങ്കിൽ കുറൂരമ്മയെ കളിപ്പിച്ച പോലെ എന്തുകൊണ്ട് എന്നെ കാണാൻ വരുന്നില്ല എന്നുള്ള ഭാവത്തിൽ കൃഷ്ണൻ നിൽക്കുന്നതായിട്ട് എനിക്ക് ഇൻട്യൂഷൻ കിട്ടണത്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് എന്താണ് ഇത് ചെയ്യുക? ഞാൻ പറഞ്ഞു എന്തെങ്കിലും തുളസിക്കതിരോ എന്താണുള്ള പൂവോ എന്തെങ്കിലും അവിടെ സമർപ്പിക്കുക, എന്നിട്ട് പറ ഇങ്ങനെയാണ് കുറൂരമ്മേനെ പൂന്താനം തിരുമേനിനെയൊക്കെ കാത്ത പോലെ എന്നെ കാക്ക്. സാമ്പത്തികമായിട്ടുള്ള പ്രായത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നോട് പറയുകയും ചെയ്തു എൻ്റെ കാര്യം വീഡിയോയിൽ പറയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പറയാനായിട്ട് എനിക്ക് ഓർമ്മ വന്നു. നാളെ ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് എൻ്റെതുൾപ്പെടെ പല ആൾക്കാരുടെ അനുഭവങ്ങളാണ്. അപ്പോൾ ആളാരാണെന്ന് പറയാണ്ട് ഞാൻ അനുഭവങ്ങൾ പറയാം. അത് ദൈവം ഓരോരുത്തർക്കും ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വേറൊരു കാര്യം പറയാം. ഒരു സിന്ധു ആൻറ്റി, ആ സിന്ധു ആൻറ്റിയുടെ നമ്പർ എൻ്റെ കയ്യിലില്ല. സിന്ധു ആൻറ്റി എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം പ്ലീസ്. ആ സിന്ധു ആൻറ്റി എൻ്റെ വീഡിയോ ഒരാൾക്ക് അയച്ചു കൊടുത്തു, വിദേശത്തുള്ള ഒരു വ്യക്തിക്ക്. അദ്ദേഹം വിളിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒരു അയ്യപ്പസ്വാമി കാത്തുരക്ഷിക്കുന്നുണ്ട്. ഇദ്ദേഹം വളരെയധികം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളൂ. ഇന്നലെ അദ്ദേഹം വീഡിയോ കോൾ ചെയ്തു. 2 ദിവസമായി ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നു. അപ്പോൾ വളരെയധികം അറിയാമല്ലോ, വിദേശത്തെ നിയന്ത്രണങ്ങളൊക്കെ അറിയാമല്ലോ. ഇതിലാണ് ഞാൻ പറഞ്ഞു മോനെ അയ്യപ്പസ്വാമി ഉണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം കളിച്ച് വളർന്ന സ്ഥലത്ത് അയ്യപ്പസ്വാമിയുണ്ട്, മനസ്സിലായോ? അപ്പം ഞാൻ വളർന്ന സ്ഥലത്ത് അയ്യപ്പസ്വാമിയുണ്ട്. അപ്പോൾ ആ അയ്യപ്പസ്വാമിയുടെ അവിടെ അമ്മയോ അച്ഛനോ അപ്പൂപ്പനോ അമ്മൂമ്മയോ 50 പൈസയോ 1 രൂപയോ ചിലപ്പോൾ പണ്ടത്തെ കാലത്ത് 10 പൈസയോ 20 പൈസയോ ആയിരിക്കും കൊടുത്തിരിക്കണം, പോയി അയ്യപ്പനിടാൻ പറഞ്ഞിട്ട്. ആ 20 പൈസയ്ക്ക് ഞാൻ എന്തുപകാരം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ദൈവം ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു മോനെ മിറാക്കിൾ സംഭവിക്കും, നീ മനസ്സ് വിഷമിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു മനസ്സ് വിഷമിക്കാതെ എന്ത് വേണമെന്ന് പറ, അയ്യപ്പനോട് പറ എനിക്ക് ഇന്നത് വേണം, ഇന്നത് ചെയ്യണമെന്ന് പറ. 36 മണിക്കൂറിനുള്ളിൽ അത്ഭുതകരമായ മാറ്റം അവനിൽ സംഭവിക്കും. എല്ലാം മാറിയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 50% സമാധാനം ഉണ്ടെന്ന് ആ കുട്ടി പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവം എന്ന് പറയുന്ന നമ്മൾ ചെറുപ്പകാലത്ത് അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയോ ഇത് ചെയ്യുകയോ നമ്മൾ മറന്നു കാണും, പക്ഷേ ആ ശക്തി ഒരിക്കലും മറക്കുകയില്ല. അങ്ങനെയുള്ള നിയോഗങ്ങളുള്ളവരിൽ മാത്രമേ എനിക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം പറയാണ്. ഇന്ന് ശനീശ്വര ദിവസമാണ്. അപ്പോൾ കുറേ പേര് കുറേ സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത് പറയാം. അത് ഇന്ന് ഞാൻ നമ്പർ പബ്ലിക്കായിട്ട് പറയുകയാണ്. എൻ്റെ നമ്പർ 9446218801 9446218801. അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പേരോട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യണം. ദയവ് ചെയ്ത് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയയ്ക്കുക. ആരും ദയവ് ചെയ്ത് ഇതിൽ വിളിക്കരുത്. കാര്യം എൻ്റെ ഫോൺ സൈലൻ്റാണ് എപ്പോഴും. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഇന്നലെ കുറച്ച് പേര് വിളിച്ചപ്പോൾ ഉടനെ ഞാൻ എടുത്തു. കാര്യം ആ സമയത്ത് എൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 1-2 റിങ്ങിനുള്ളിൽ ഞാൻ എടുക്കും. എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരിക്കും, ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ 2 സിമ്മും ഒരേ ഫോണിലാണ്. ചിലപ്പോൾ ഒരെണ്ണത്തിൽ വിളിക്കുമ്പോഴത്തേക്കും വേറൊരു ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ എടുക്കാൻ കട്ട് ചെയ്യാറാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഒന്ന് സംസാരിക്കേണ്ടത് രമാദേവി എന്ന് പറഞ്ഞ ചേച്ചിയോടാണ്, സിന്ധു ആൻറ്റി, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അംബികാമുത്തു, அக்காவா தங்கச்சியான்னு தெரியாது, ஸ்ரீனிவாசப்பையன் வணக்கம், நீங்கள் எங்கே இருக்கு എന്ന് എനിക്ക് தெரியாதுக்கு. என்னோட தமிழ் உங்களுக்கு புரியாதான்றா எனக்கு தெரியாது. இவ்வளோ மட்டும் தமிழ் தெரியும். ஏனென்றால் என்னோட அத்தா இருக்கு தமிழ்நாட்டு மயிலாப்பூர் பக்கம் சீதாராமச்சந்திரன், அவங்க இருக்கு. அவங்களுக்கு 80 வயசுக்கு மேலே பிராயவாச்சு. പിന്നെ അണ്ണ இருக்கு, அத்தா மகன் ராஜேந்திர அண்ணா, சாந்தி அண்ணி இருக்கு, அவர் நங்கநல்லூர் இருக்கு. அந்த அத்தா மகா பேபி அக்கா அந்த அவங்க ஹஸ்பண்டு ராதாகிருஷ்ணன் அவரெல்லாம் மயிலாப்பூர் பக்கம் இருக்குது. அவங்க மகன் சதீஷ், அவங்க பொண்டாட்டி சௌமியா, அவங்க பேரன் சபரீஷ் எல்லாமே இருக்குது. புரிஞ்சுதா? அப்போ நீங்கள் எங்கே இருக்குன்னு எனக்கு தெரியாது. என்னோட நம்பர் சொல்கிறேன் 9446218801. நீங்கள் கண்டிப்பாக என்னைய காண்டாக்ட் பண்ண வேணும். உங்களை சந்திக்கிறதுக்கு பேசுறதுக்கு ரொம்ப ஆവശ്യமாக இருக்குது. புரிஞ்சிருக்கா? எங்கே என்னன்னு எனக்கு தெரியாது. വേറെ സോറി ബാക്കി മലയാളം പറയാം. പിന്നെ വന്നിട്ടൊരു ശ്രീമതി വിജയലക്ഷ്മി രഘുനാഥ്, അതുപോലെ ശ്രീമതി വിജയലക്ഷ്മി വിജി, അതുപോലെ ഒരു ഡിവൈൻ ഫ്രീഡം, അതുപോലെ ശ്രീമതി രാഖി, ശ്രീമതി രശ്മി 1228, പിന്നെ ശ്രീമതി ബീന കെ നായർ, ശ്രീമതി അനിതകുമാരി രാജമ്മ, ശ്രീമതി പ്രിയ GP 6886, അരുണ കൃഷ്ണൻ 8393, പിന്നെ
ദി ഡ്രങ്ക് ഫിലോസഫർ, പിന്നെ ജയലക്ഷ്മി KG, പിന്നെ സ്പാർക്കിംഗ് സിബ്ലിങ്സ്, പിന്നെ ശാലിനി മേനോൻ, പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു വി ജെഡിറേറ്റർ, അങ്ങനെ എന്തോ, ഞാൻ എഴുതിയത് ക്ലിയർ ആകുന്നില്ല. ഇത്രയും ആൾക്കാരെ എനിക്കൊന്ന് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക. കാര്യം കുറേ പേര് ഇമെയിൽ അയച്ചിട്ടുണ്ട്, കുറേ അധികം പേര് വാട്സാപ്പിൽ ഒരു 200ഓളം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എല്ലാം എൻ്റെ ഈ സമയപരിധിക്കുള്ളിൽ നിന്ന് വേണം എനിക്ക് നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ നോക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്നിൽ നിന്ന് വരുന്ന ഈ താമസത്തിന് ഞാൻ വളരെ ഇതായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എങ്കിലും കഴിയുന്നത്ര പേരെ ഇത് ചെയ്യാൻ ദയവ് ചെയ്ത് ആസ്ട്രോളജി കൺസൾട്ടേഷന് എന്നെ സമീപിക്കരുത്. എനിക്ക് ആസ്ട്രോളജി അറിയില്ല. നിങ്ങളുടെ കാര്യത്തിന് എല്ലാ പരിഹാരങ്ങളും ചെയ്തു, ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. സാമ്പത്തികമായിട്ടുള്ള ഇതുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് ഇതില്ല. അപ്പോൾ എന്തെങ്കിലും അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ, എനിക്ക് നിയോഗം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത്രയേ ഉള്ളൂ. ദയവ് ചെയ്ത് ആസ്ട്രോളജി കൺസൾട്ടേഷന് എന്നെ വിളിക്കരുത്. വേറൊന്ന് പറയാം. ഇന്നലെ ഈ പറഞ്ഞ സാമ്പത്തികം, ഇത് പറഞ്ഞ കൃഷ്ണൻ്റെ കാര്യം പറഞ്ഞ അദ്ദേഹം എന്നോട് ചോദിച്ചു ദക്ഷിണ എന്ത് ചെയ്യണം, എത്ര അയക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങയോട് ഞാൻ ദക്ഷിണ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ എനിക്കിട്ട് ഇത് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ ആരോടും ഞാൻ ദക്ഷിണ ചോദിക്കുന്നില്ല, മനസ്സിലായ? ഞാനിപ്പോൾ പറഞ്ഞ നമ്പരാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിക്കുന്നൊരു നമ്പറുണ്ട്, ജിയോ നമ്പർ. ആരോ അതിനകത്ത് പണം അയച്ചിട്ട് PSRK20@gmail.com എൻ്റെ ഒരു രണ്ടാമത്തെ ഇമെയിലാണ്. കാര്യം ഇതിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഇമെയിലാണ്. അതും വെച്ചിട്ട് ആരാണ്ടോ ദക്ഷിണ അയച്ചതായിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു. അത് എവിടെ പോയെന്ന് പോലും എനിക്കറിയില്ല. കാര്യം GPay ആണെങ്കിൽ എനിക്ക് കാണാൻ പറ്റും, ഞാൻ അവർക്ക് കിട്ടിയതിൻ്റെ ഒരു സിമ്പലും അയക്കും. ഓക്കെ, അല്ലാന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ പറഞ്ഞ നമ്പർ മാത്രമേ സാമ്പത്തിക ക്രയവിക്രയത്തിൽ ഞാൻ ഇത് ചെയ്യുന്നുള്ളൂ. എങ്കിലും ദയവ് ചെയ്ത് കഴിയാവുന്നതും ആരും ദക്ഷിണ തരാൻ അയക്കാണ്ടിരിക്കുക. പിന്നെ ഒന്ന് കാര്യം പറയാം, ആരുടെയെങ്കിലും ജാതകം ഗണിച്ചെങ്കിൽ അതും ഓൺലൈനിലാണ്. അതുപോലെ ആരുടെയെങ്കിലും രാശി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്തെങ്കിലും യഥാശക്തി ദക്ഷിണ അയക്കുക. കാര്യം അല്ലെങ്കിൽ അത് കാർമ്മിക ബന്ധനത്തിൽ പെടും കേട്ടോ. അത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്ന. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസന ചെയ്ത് ആ മന്ത്രജപം അതിൻ്റെയൊക്കെ പുണ്യവും, അതുപോലെ ഇന്ന് ഞാൻ ശനീശ്വര ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് സമസ്ത എല്ലാ ആൾക്കാർക്കും വേണ്ടി ശനീശ്വര ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഉപവാസത്തിൻ്റെ പുണ്യവും എന്നെ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദയവ് ചെയ്ത് എൻ്റെ പഴയ വീഡിയോകൾ അബാക്കിലെയും ഈ യൂട്യൂബിലും ഉള്ളത് നോക്കുക. കാര്യം സംസാരിക്കുമ്പോൾ കഴിയാവുന്നതും കുറച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം പറയുക. കംപ്ലീറ്റ് കാര്യം ഞാൻ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ കേൾക്കാനും പറയാറുള്ളൂ. കാര്യം പ്രശ്നങ്ങൾ പറയാനാണെങ്കിൽ നമുക്കിഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മറയാണ്ട് ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ സാധിക്കുകയില്ല. മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റിയില്ലെങ്കിൽ അത് മാറ്റുമീ നിങ്ങളെ എന്ന് പറഞ്ഞൊരു പണ്ടത്തെ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, അത് തന്നെയാണ് ദൈവികം. നമ്മൾ പഴയ കാര്യങ്ങളും വെച്ചിരുന്നാൽ അതിലൂടെ തന്നെ നമ്മൾ പോകും. കാര്യം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുന്നല്ല, വരുന്നതൊക്കെ അവൻ തന്നെ ആയിരിക്കും എന്നുള്ള ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ബാധകമാണ്. എവരി ആക്ഷൻ ദെയർ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ഊർജ്ജതന്ത്ര തത്വം നമ്മുടെ ജീവിതത്തിൽ ബാധകമാണ്. ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾക്ക് പോയതിൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ചിന്താരീതി മാറ്റുക, നമ്മുടെ ക്രയവിക്രയങ്ങൾ മാറ്റുക, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. വിഷമിച്ചിരുന്നിട്ട് ആർക്കും ഒന്നും നേടാനില്ല. നമ്മുടെ സമയം നല്ലതായ സമയം എല്ലാവർക്കും കിട്ടുന്ന 24 മണിക്കൂർ നമുക്കും കിട്ടുന്ന അത് കളയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉപാസന ഇത് ശനിയാഴ്ച വ്രതത്തിൻ്റെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ്വമനോകാമനാവിഷ്ടം ഉണ്ടാകട്ടെ എന്ന്, അതുപോലെ കുടുംബത്തിൽ ശാന്തി, സമാധാനം, സന്തോഷം, അതുപോലെ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.